സ്പീക്കിംഗ്. ഗുഡ് മോർണിംഗ് സർ. എന്താ സർ രാവിലെ? രാവിലെ തന്നെ മിസ്റ്റർ വർമ്മയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ പോവുക. ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു ഡിസൈൻ വേണം. അല്ലെങ്കിൽ ഇത് വേറെ. ഇന്ന് രാവിലെ ആ സ്പേസ് കൺഫേം ചെയ്ത് കിട്ടിയത്. നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി അല്ലേ? ഇന്ത്യ വൈഡായിട്ട് ഒരു ഡിസൈൻ വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. പക്ഷെ ഇന്ന് 5 മണിക്ക് മുമ്പ് സാധനം കിട്ടണം. അല്ലെ സ്പേസ് വേറെ ആണുങ്ങൾ കൊണ്ടുപോകും. സാർ എന്തായി പറയുന്നത്? നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. മേഴ്സി മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അജിത്തിനെ കിട്ടണ്ടേ? അയാളാണെങ്കിൽ സ്ഥലത്തില്ല. അയ്യോ, എനിക്ക് എടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറില്ല. ഞാൻ എടുക്കാം. എന്നാലും 5 മണിക്ക് മുമ്പെന്ന് പറയുമ്പോ ഇപ്പൊ തന്നെ 10 മണിയായി. ഇനി ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഇട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോ ഇനി ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ. ഓക്കെ സർ, താങ്ക് യു. എന്താടോ ഇത്? മണി 10 ആയല്ലോ. 9 മണിയാണ് ഓഫീസ് ടൈം. അത് ഇത്രയും കാലമായിട്ട് അറിയില്ലേ? പോയി ഡ്രസ് ചെയ്യ്. എന്താ? എനിക്ക് ഇന്നു മുതൽ 2 ദിവസത്തെ ലീവ് വേണം. അപ്പച്ചന് സുഖമില്ലെന്ന് വീട്ടിൽ നിന്ന് ടെലിഗ്രാം വന്നിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് രൂപയും. അത്യാവശ്യമായിട്ടൊരു ജോലി വന്നപ്പോ എല്ലാവർക്കും ലീവായി ടെലിഗ്രാമായി. എത്ര മണിക്കാ തന്നെ ട്രെയിൻ? 11-ന്. അത് കഴിഞ്ഞോ? 1:30-ക്ക്. 1:30 ട്രെയിൻ പോയാൽ മതി. പോയാൻ ചേഞ്ച് ഡ്രസ്. പറഞ്ഞത് കേട്ടില്ലേ? മഞ്ഞ സാരിയിൽ ചുവന്ന ബോർഡർ. ചെല്ല്. ആ പയ്യനോട് ലൈറ്റ് അപ്പ് ചെയ്ത് വെക്കാൻ പറ. ഇത് എവിടെ നോക്കിയാലോ ആ മേക്കപ്പ് ചെയ്യുന്നത്? ഈ സ്റ്റുഡിയോയുടെ കാര്യം മുഴുവൻ എന്റെ മുഖത്തുണ്ടല്ലോ. തോമസേ, അജബൈ, ലൈറ്റ് കൊടുത്ത് നോക്കി. മതി മതി. ജനറേറ്ററിലോ ഉണ്ട്. ചെന്ന് ഓൺ ചെയ്യടോ. കറണ്ട് പോകാൻ കണ്ടൊരു സമയം. താനിത് എവിടെ നോക്കിയിരിക്കുക? ഇനി ആ ജനറേറ്റർ കൂടെ ഓഫ് ആകാൻ കാത്തിരിക്കായിരിക്കും. കമോൺ, ഗെറ്റ് റെഡി. റെഡി. ഫേസ് കുറച്ചൊരു ലെഫ്റ്റ് തിരിച്ചു. മതി. മായി ഇരിക്കാൻ. മൈ ലൈഫ് സേഫ്. ചിരിക്കാനാ പറഞ്ഞത്? ചിരിക്കാനല്ലേ പറഞ്ഞത്? Get out. I say get out. അയ്യോ, മനസ്സിൽ ഇത് വെച്ചോളൂ. ഐ എം സോറി. മേഴ്സി പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല എന്നായിരുന്നു എന്റെ ധാരണ. പക്ഷേ കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് മേഴ്സിയെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും ഞാനറിയാതെ എന്റെ മനസ്സ് അവളുമായി അടുക്കുകയായിരുന്നു. ആദ്യം എനിക്ക് അവളോട് സഹതാപവും അവൾക്ക് എന്നോട് ഭയവുമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങൾ അകലാനാവാത്ത വിധം അടുത്തുപോയി എന്ന്. ശശി പത്രത്തിൽ എഴുതിയ പോലെ
മാർക്കറ്റുള്ള ഒരു മോഡലിനെ പാട്ടിലാക്കുകയായിരുന്നില്ല എന്റെ ലക്ഷ്യം. വിവാഹത്തിന് ശേഷം ഒരിക്കലും മോഡൽ ചെയ്യണമെന്ന് ഞാൻ മേഴ്സിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. മേഴ്സി ചെയ്തിട്ടുമില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അതെന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഹലോ, എന്താണ് പരിപാടി? ഫോൺ ബെല്ലടിക്കാൻ കുറെ നേരമായല്ലോ. ചുമ്മാ നോണ പറയാതെ രവിയേട്ടാ. ആകെ 2 ബെല്ലടിച്ചു. മൂന്നാമത്തെ ഞാൻ എടുക്കുകയും ചെയ്തു. താനവിടെ എന്താ ചെയ്യുന്നേ? ഒന്നും മിണ്ടാനും പറയാനും കൂടെ ഇവിടെ ആരുമില്ല. ആകെ ബോറടി. നല്ല ഭാര്യമാരൊക്കെ അങ്ങനാ. പകല് കാര്യമായിട്ട് പണിയൊന്നും കാണുകയില്ല. പിന്നെ രാത്രി ഛേ, നല്ല വാക്കും നന്നാക്കിന്ന് വരത്തില്ലേ? അത് പിന്നെ നല്ല കാര്യമല്ലേ? അല്ല പിന്നെ അതുകൊട്ടെ, ഞാനിന്ന് 5 മണിക്ക് അവിടെ വരും. നോണ. അതേടോ, നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു. ഇപ്പൊ തന്നെ 4:30 ആയല്ലോ. നേരാണ് രവിയേട്ടാ. ഭർത്താവിനെ വിശ്വസിക്കൂ കുട്ടി. ഒരു ചെറിയ പണിയും കൂടെ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ ഞാൻ സ്വയം അവിടെ എത്തും. ദൈവത്തെ ഓർ താനത് കുളിച്ച് റെഡിയായിട്ട് നിൽക്കണേ. ഗുഡ് ഈവനിങ് മേഴ്സി. സോറി, മിസ്സസ് മേഴ്സി രവിവർമ്മ. അജിത്തിനെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. വരൂ. സമയം കിട്ടണ്ടേ? അവിടെ പത്രത്തിലാണെങ്കിൽ ഒരു 100 കൂട്ടം പണിയാ. അതിനിടയ്ക്ക് ഉത്തരേന്ത്യയിൽ ഉപതെരഞ്ഞെടുപ്പ്. ഒരാഴ്ച അവിടെയായിരുന്നു. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. അജിത്ത് ഇരിക്കൂ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. രവി ഇപ്പൊ വരില്ലല്ലോ. അരമണിക്കൂറിനുള്ളിൽ വരും. എന്താ? അരമണിക്കൂർ നല്ലൊരു ഗ്യാപ്പാ. ഈ ഫോട്ടോ എങ്ങനെ നോക്ക്. എങ്ങനെയുണ്ട്? നന്നായില്ലല്ലേ? അതെ, ആരുമില്ലാത്തപ്പോ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല പോസ് ചെയ്തെടുത്താല് പടം നന്നാവും. അല്ലാതെ ഡ്രസ്സിംഗ് റൂമില് അത് ആളറിയാതെ പടം എടുക്കാന്ന് വെച്ചാൽ വലിയ പാടാ. നിങ്ങൾ എന്തിനാ ഇപ്പോ ഈ പടവും കൊണ്ട് ഇവിടെ വന്നത്? മേഴ്സിയെ കാണിക്കാൻ. പിന്നെ രവിയെ ഇത് കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മേഴ്സിയാ. കാണിക്കണോ? ഗെറ്റ് ഔട്ട്. അത് മേഴ്സിയുടെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. ഈ ഫോട്ടോ കീറിക്കളഞ്ഞാലും നെഗറ്റീവ് എന്റെ കയ്യിലില്ലേ? ആ, വളച്ചുകെട്ടില്ലാതെ കാര്യം ഒന്ന് പറയാം. ഞാൻ ആഗ്രഹിച്ചതൊന്നും എന്റെ കൈവിട്ട് പോയിട്ടില്ല, നീ ഒഴികെ. രവിവർമ്മയുടെ ഭാര്യയായി ആയുഷ്കാലം മുഴുവൻ നിനക്കിവിടെ കഴിയും. പക്ഷേ ഒരു ദിവസം, ഒരൊറ്റ പ്രാവശ്യം, എന്താ മനസ്സിലായില്ലേ? ഒരു ചാട്ടത്തിന് നോ എന്നൊന്നും കയറി പറയണ്ട. നല്ലോണം ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഉത്തരം നോ എന്നാണെങ്കിൽ ഓർത്തോളൂ. ഈ ഫോട്ടോസ് എല്ലാം രവിവർമ്മ കാണും. രവിവർമ്മ മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവനും. ആ, രവി ഒന്നും തോന്നുന്നു. തൽക്കാലം ഈ ഫോട്ടോസ് ഒന്നും രവി കാണണ്ടേ അല്ലേ? താനത് എവിടെയാണോ? മധ്യപ്രദേശത്തെ കണ്ടു കിടന്ന് ചത്തുപോയെന്നാണല്ലോ പത്രക്കാർ പറയുന്നത്. ഞാനൊന്ന് ചത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് ഇവിടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം തനിക്കല്ലേ ഉള്ളൂ. ഒക്കെ വിശദമായി ചോദിച്ചറിയാന്ന് വിചാരിച്ചു വന്നതാ. ഞാൻ ചായ കൊടുത്തില്ലേ? ഓ വേണ്ട, താനുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അപ്പൊ മിസ്സിസ് പറഞ്ഞു വരാൻ വൈകുമെന്ന്. ഞാൻ 5 മണിക്ക് വരുമെന്ന് ഇവിടെ പറഞ്ഞില്ലേ? അല്ലേ, അത് ആശാന്റെ 5 മണി എന്നൊക്കെ പറഞ്ഞ പഴയ കണക്കില്. ആ പഴയ കണക്കൊക്കെ പോയി, ഇപ്പൊ പുതിയ കണക്കാണ് അല്ലേ മെസ്സി? ഞങ്ങൾ യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു. താൻ വരുന്നോ? വരുന്നില്ല. എനിക്ക് 2 പേർക്കല്ലേ ഉള്ളൂ. തനിക്ക് അവിടെ ചെന്ന് എടുക്കാമല്ലോ. വേണ്ട, ഫോർമാലിറ്റീസിന് നന്ദി. ഹാവ് എ വെരി നൈസ് ഈവനിങ്. ഗുഡ് ബൈ. ചെല്ലു.